ഇന്നൊരു തിരുവോണ ദിവസം പുട്ടും കടലയും കഴിച്ച് നമ്മുടെ പരിപാടി ആരംഭിക്കട്ടാ. ഉച്ചക്ക് നമ്മുടെ ഉസ്താദ് നല്ല മിനിമലായിട്ടുള്ളൊരു സദ്യ, പക്ഷെ ഉള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള സാധനങ്ങളായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമല്ല കേട്ടോ. സാധാരണ നമ്മൾ ഡ്രോപ്പ് ഓഫും പിക്കപ്പൊക്കെയാണ് അതിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കാറ്. പക്ഷെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇപ്പോൾ ഖത്തറിൽ നിലവിൽ ഊബറിൻ്റെ അവസ്ഥ എന്താണെന്ന് വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓടിയതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഏകദേശം ലാസ്റ്റിൽ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് ഞാൻ കാണിക്കും. ഖത്തറിൽ ഇപ്പോൾ ഏത് ഡ്രൈവറോടും ഊബറിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായം വളരെ അപൂർവമായിരിക്കും. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നതിൻ്റെ ഫെയറാണ്. ഫെയർ ഖത്തറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന ഫെയറാണ് ഇപ്പോൾ ഉള്ളത്. ഡ്രൈവർക്ക് കിട്ടുന്നത് വെറും 3.50 മിനിമം ചാർജ് 3.50 ചുരുങ്ങി എന്ന് മാത്രമല്ല, മുമ്പൊക്കെ ഊബറിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഫിലിപ്പീനികളാണ്. പക്ഷേ ഈ ഫിലിപ്പീനികൾ മെട്രോ വന്നതിന് ശേഷം മെട്രോ കിട്ടുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ബസ് എത്തുന്ന ഭാഗത്തേക്ക് താമസം മാറി. ഇതിൻ്റെ ഫലമായിട്ട് ഊബർ ഉപയോഗിക്കുന്ന ഫിലിപ്പീനികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വളരെ കുറഞ്ഞു. അപ്പം അതിന് പകരം ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, നേപ്പാളികളൊക്കെയാണ്. ആഫ്രിക്ക, അറബ്സ്, അങ്ങനെ ആനുപാതികമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഉണ്ട്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിലേ ഈ ഊബർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് കോർപ്പറേറ്റ് കമ്പനിയാണ്. അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക, കമ്പനിയുടെ വരുമാനം കൂട്ടുക, ട്രിപ്പിൻ്റെ എണ്ണം കൂട്ടുക, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആവശ്യമുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കി പോവാം, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓടിയ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആട്ടത് 17 മുതൽ 24 വരെ 1431 റിയാലിനാണ് ടോട്ടൽ ഓടിയത്. 92 മണിക്കൂർ, നോട്ട് ദ പോയിന്റ് 92 മണിക്കൂർ. ടോട്ടൽ 152 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി ഡേ ബൈ ഡേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിലിങ്ങനെ കാണാം. 1431 റിയാലിന് നമ്മുടെ എക്സ്പെൻസ് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വണ്ടിയുടെ റെൻ്റ് ഉണ്ടെങ്കിൽ ഒരു 60-70 റിയാൽ അത് പോകണം. എണ്ണ പൈസ ഓട്ടത്തിനനുസരിച്ചിട്ടൊരു അറൗണ്ട് 50 റിയാൽ. ബാക്കി നമ്മളെ ഫുഡ്, റൂം, ഇൻ്റർനെറ്റൊക്കെ അടക്കം അറൗണ്ട് ഒരു 40-50 റിയാൽ പിടിച്ചോ. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് റൗണ്ടാക്കിയിട്ട് ഒരു 150 റിയാൽ കണക്കാക്കാം. അങ്ങനെ ഒരു 7 ദിവസം 150 × 7 ദിവസം കഴിയുമ്പോൾ 1050 റിയാൽ നമുക്ക് എക്സ്പെൻസാണ്. പിന്നെ ബാക്കി ഇതിൽ എന്തുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക. പുതുതായി ഊബറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കാര്യങ്ങളൊക്കെ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത്. എന്നിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് പോലും എന്തുകൊണ്ട് ഇതിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊന്നാമത് ബോസില്ല. ടാർഗറ്റ് ഒപ്പിക്കണ്ട, തെറിവിളികൾ കേൾക്കണ്ട, ചീത്ത കേൾക്കണ്ട, ഓപ്പണിംഗ് ടൈമില്ല, ക്ലോസിംഗ് ടൈമില്ല, എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ പോവുക, എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ നിന്ന് വരാം. ഇങ്ങനൊരു ഗുണം ഈ ഒരു ഫീൽഡിനുണ്ട്. നിലവിലെ അവസ്ഥ മോശമാണെന്നുണ്ടെങ്കിലും ഡ്രൈവർമാരൊക്കെ നല്ല പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ്, കൂടുതൽ ആളുകളും ഔട്ട് ഓഫ് കൺട്രിയാണ്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഡ്രൈവർമാർക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ഒരു 300-അടുത്തൊക്കെ, ഒരു 13-14 മണിക്കൂർ ഓൺലൈനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 300-അടുത്തൊക്കെ എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഡ്രൈവർമാർ. ഖത്തറിലെ ഊബറിൻ്റെ ഗതകാല ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഒരു റൈഡിനും മിനിമം 15 റിയാൽ ഉണ്ടായിരുന്നു ഡ്രൈവർമാർക്ക്. പിന്നെ iPhone 5 കൊടുത്ത സമയം ഉണ്ടായിരുന്നു ഡ്രൈവർമാർക്ക്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലാൻഡ്മാർക്ക് മാളിൽ നിന്ന് ട്രിപ്പ് എടുത്ത് എയർപോർട്ടിലൊക്കെ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 റിയാലിൻ്റെ മേലെ കിട്ടും. ഊബർ വന്ന സമയത്ത് നൈറ്റിൽ 4 ട്രിപ്പ് വരെ എടുക്കുന്ന ഡ്രൈവർമാർക്ക് 200 റിയാൽ മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പാസഞ്ചേഴ്സിനും അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു കേട്ടോ. 20 റൈഡൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അതേ ഊബറിൻ്റെ നിലവിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ മേലെ പറഞ്ഞത്. ഡ്രൈവർമാരുടെ സപ്ലൈ കൂടി. ഏകദേശം 20,000-ൻ്റെ അടുത്ത് ഡ്രൈവർമാരുണ്ട്. 20,000-ന് മുകളിൽ ലിമോ നമ്പർ പ്ലേറ്റുള്ള വണ്ടികളുണ്ട്. അതിനടുത്ത് ഡ്രൈവർമാരുണ്ട്. പിന്നെ മെട്രോ വന്ന് ഈ വേൾഡ് കപ്പിന് മുമ്പ് ഇവിടെ ഇറങ്ങിയ ഡ്രൈവർമാരൊക്കെ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ലിമോസിൻ കമ്പനികളിലേക്ക് ചേഞ്ചാക്കി വണ്ടി എടുത്തിറങ്ങി. റേറ്റ് കുറച്ചിട്ട് കസ്റ്റമർ ഉണ്ടാക്കാം എന്നുള്ള സ്ട്രാറ്റജി ആയിട്ട് വന്ന മറ്റ് കമ്പനികളുമായിട്ടുള്ള കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഊബറിന് റേറ്റ് കുറയ്ക്കേണ്ടി വന്നു. അതിൻ്റെ ഗുണം ഉണ്ടായത് ലക്ഷക്കണക്കിന് വരുന്ന കസ്റ്റമേഴ്സിനാണ്. 8 മാസത്തെ വെക്കേഷനും കഴിഞ്ഞ് 2 ആഴ്ച ദോഹയിൽ ഊബർ ഓടിയതിൻ്റെ എക്സ്പീരിയൻസാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഡ്രൈവർമാരൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ ഇന്നത്തോട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് കിട്ടിയത് വെറും 198 റിയാൽ.